ഹായ്, ഞാൻ ഷീമ. കഴിഞ്ഞ ദിവസമായി ഞങ്ങൾ വനിതാഴ്ച കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. പിള്ളേരോട് ചോദിച്ചപ്പോൾ ആരും വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയതാണ് കേട്ടോ. അപ്പോൾ സ്കോട്ട്ലൻഡിൽ വെസ്റ്റുണ്ട് സിംസണും ഞാനും അങ്ങോട്ടാണ് പോയത്. വേറെ ആരും ഇല്ല കേട്ടോ പോകാനായിട്ട്. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പോയി. ആദ്യമേ തന്നെ പ്രസ്റ്റീജിൻ്റെ കുക്കർ, നോൺ സ്റ്റിക്കിൻ്റെ പാൻ സെക്ഷനൊക്കെ ഇരുന്ന്. അപ്പോൾ പിന്നെ കണ്ടത് ഗോൾഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. നമ്മുടെ നക്ഷത്ര ഗോൾഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അവിടെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. 1 ഗ്രാം 2 ഗ്രാമിൻ്റെയൊക്കെ ഐറ്റംസുകളൊക്കെ ഇത്ര ഭംഗിയിൽ എങ്ങനെ ഈ മാലകളൊക്കെ പണിയണമെന്ന് എനിക്കറിയില്ല. എന്ത് ഭംഗിയാണ്. ഞാൻ ആ ചേട്ടനോട് പറയും, ചേട്ടാ ട്രൈ ഒന്നെടുത്ത് കാണിച്ചു തരും. അപ്പോൾ ചേട്ടൻ സന്തോഷത്തോടുകൂടി തന്നെ എടുത്ത് കാണിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ലോക്കറ്റുള്ള മാലയൊക്കെ 5 ഗ്രാം 6 ഗ്രാമായിട്ടേ തോന്നണം വരുന്നത്. എന്ത് രസമാണ് പറഞ്ഞാൽ. ഇങ്ങനെ മുന്തിരിക്കൊലയൊക്കെ കിടക്കണ പോലെ ഹാങ്ങിങ് ആയിട്ടേ കിടപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ചെറിയ ചെറിയ സ്റ്റഡുകളൊക്കെ എന്താ പറയുക, ഡയമണ്ട് സ്റ്റഡൊക്കെ വെച്ചിട്ടൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇടിയപ്പത്തിൻ്റെ മേക്കർ, ഒരു കാലത്ത് തന്നെ ശരിയാവാത്തൊരു സാധനമുണ്ട് ഇടിയപ്പം എന്ന് പറയുന്നത്. എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ മനസ്സിലങ്ങനെ വിചാരിച്ചുകൊണ്ടാണോ എനിക്കത് ശരിയായി കിട്ടാത്തതെന്നറിയില്ല. ഇടിയപ്പത്തിൻ്റെ 5-6 മേടിച്ചു കൂട്ടിയെങ്കിലും അത് ശരിയാവുന്നില്ല. പിന്നെ ഇത് ഇലക്ട്രിക്കാണ്. അപ്പോൾ സ്കോട്ട്ലൻഡ് എന്നെ കൊണ്ടേ കാണിച്ചത്. ഞാൻ പറഞ്ഞിടാ, ഞാൻ അതും കൂടി വാങ്ങിപ്പിച്ച് ഷോക്കേസിൽ വെക്കല്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ പറയണേന്. പണ്ട് നമ്മുടെ അമ്മമാർ ഇടിയപ്പമൊക്കെ എന്ത് ഈസി ആയിട്ടാണ് ഉണ്ടാക്കി തന്നെ. അവരിങ്ങനെ പ്രസ് ചെയ്യണ ടൈപ്പ് ഇടിയപ്പം ഇവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ. വനിതാ ഉത്സവം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ സ്ത്രീകൾക്ക് ആവശ്യമായ ഒരു കുടക്കൂട്ടിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്ക് മഗ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വെസ്റ്റേൺ കാണിച്ചു കൊടുത്ത കേട്ടോ. അപ്പോൾ ഭയങ്കര ക്ഷീണത്ത് നമുക്ക് ചായയൊന്നും കുടിക്കാൻ പറ്റില്ല. ഇത്രയും പഞ്ചസാരയൊക്കെ വലിച്ചു കയറ്റാൻ പറ്റത്തില്ല. കാണാൻ വേണ്ടി മാത്രം പറ്റും. പിന്നെ കുറേ ബാഗിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റേറ്റൊന്നും അധികമൊന്നുമില്ല. 400-600 രൂപ നമ്മളിവിടെ നോർമൽ വാങ്ങിക്കുന്ന പോലെ. പക്ഷേ നമ്മൾ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് കൊറിയൻ ബാഗ്സൊക്കെ ഉണ്ടായിട്ടോ. നല്ല ഭംഗിയുണ്ടായി. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാരി, എപ്പോഴും ഞാൻ ചെന്നാലും ഈ ഹിന്ദിക്കാരി ചേട്ടന്മാരുടെ സാരീസൊക്കെ എടുത്ത് ഞാനിങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. എനിക്കതിൻ്റെ പ്രിൻറ്റ്, വാർലി ആർട്ടും അതുപോലെ പാട്ടിക് പ്രിൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരെൻ്റെ ആക്രാന്തം കാണുമ്പോൾ തന്നെ അവർ പറയുന്ന ഒന്ന് വെച്ച് നോക്കിക്കോ, സമാധാനം അടങ്ങിക്കോ എന്നും പറഞ്ഞ് അവർ പറയാറുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ അത് വേഗം തന്നെ എടുത്ത് മേത്ത് വെച്ച് നോക്കിയപ്പോൾ കണ്ടോ സന്തോഷം കണ്ടോ. എനിക്കില്ലാത്തൊരു കളറാണ് ഈ ഒരു ഓറഞ്ച്. പണ്ട് എനിക്കുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ മുന്നേ. അപ്പോൾ അത് കാരണം ഞാനതൊക്കെ വെച്ച് നോക്കി സന്തോഷം നിർവൃത്തി അടക്കും എന്ന് പറയും. പിന്നെ ബെഡ്ഷീറ്റൊക്കെ, പില്ലോ കവേഴ്സൊക്കെ നല്ല നല്ല ഷെയ്ഡുകളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടോ. പിന്നെ അങ്ങനെ കണ്ടാലും മതിയാവില്ലെന്ന് പറയില്ലേ, ആ ഒരവസ്ഥ എത്തും. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പിന്നെയും ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് സാരിയൊക്കെ നോക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു കടയിൽ കയറിയിട്ട് പിന്നെ ഞാൻ റിട്ടേൺ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സാരി കണ്ടപ്പോൾ ഞാൻ പറയും, അതും കൂടി ഞാനൊന്ന് വെച്ച് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഞാൻ വെച്ച് നോക്കിയിട്ടോ. നല്ല കളറല്ലേ. അപ്പം എനിക്കിങ്ങനെ ചില കളേഴ്സൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടവും. അതായത് എന്താ പറയുക, ഭയങ്കര അട്രാക്ഷൻ തോന്നാറുണ്ട് അങ്ങനത്തെ കളറൊക്കെ കാണുമ്പോഴത്തേക്കും. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കി ഞാൻ തന്നെ മടക്കി കൊടുത്തു. അപ്പോൾ ആ ചേട്ടന് മനസ്സിലായി ഞാൻ എന്തോ തയ്യലിൻ്റെ പരിപാടിയിൽ നിൽക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് ഇതേപോലെ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടായിട്ടോ. ഈ ഒരു സ്പോഞ്ച് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വനിതാ ഐസിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഹൈക്കോട്ടിലായിട്ടാണ് വനിതാ ഐസ് വന്നപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ തുടക്കാൻ പറ്റും. പക്ഷേ അന്ന് മേടിച്ച ക്വാളിറ്റിയിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അതിന് ക്വാളിറ്റി ഇത്തിരി കുറവുണ്ട്. പക്ഷേ നല്ലൊരു പ്രോഡക്റ്റാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം വെള്ളമൊക്കെ വേണമെങ്കിൽ അപ്പം തന്നെ നമുക്ക് തുടക്കാൻ പറ്റും. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഇത്തിരി വെള്ളം ഗ്ലാസ്സിൽ നിന്നൊക്കെ വീഴുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ച് നമുക്ക് അവിടെ സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. ഞങ്ങൾ വീഡിയോ എടുക്കണമെന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് വെച്ചാൽ മൊത്തം ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളും ഞങ്ങളെടുത്ത് കാണിച്ചു തന്നു. ഇതും മാറ്റൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ മാറാല പൊടി കളയുന്നതും ഫാനിൻ്റെ പൊടി കളയുന്ന സാധനങ്ങളും എല്ലാം കൂടി അങ്ങനെയൊക്കെ ഇട്ട് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ സ്കോട്ട്ലൻഡ് വെസ്റ്റേൺ ഇയാളുടെ ആക്ഷൻ കണ്ടപ്പോൾ അവന്മാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. പിന്നെ ഞങ്ങൾ കയറിയത് ഈ ഒരു ചുരിദാറിൻ്റെ സെക്ഷനിലാട്ടോ. നമ്മൾ ഹിന്ദി സീരിയൽസിലൊക്കെ കാണുന്ന പോലത്തെ ചുരിദാറുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഞാൻ കൈ തൊടുന്നതെല്ലാം വില കുറവായിരിക്കും എന്നായി വിചാരിക്കേണ്ട. ഇത് ഇപ്പം ഞാൻ എടുത്തതിന് ഏകദേശം 2000-2500 ആ റേറ്റൊക്കെ ഉണ്ട് വരുന്നത്. ഇത് 1800 അങ്ങനെ എന്തോ റേറ്റാ ചേട്ടാ പറഞ്ഞതെന്നാണ് എൻ്റെ ഓരോ ഓർമ്മ. അങ്ങനെ ആ ഒരു ഐറ്റമും അങ്ങനെയൊക്കെ നോക്കി കണ്ടു. പിന്നെ തൊട്ടപ്പുറത്ത് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അച്ചാറിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അച്ചാർ, പപ്പടം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. ചുരിദാറൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കാരിയുടെ ചുരിദാറുണ്ടായിരുന്നു.
പിന്നെ നമ്മുടെ ജ്വല്ലറിയുടെ ഐറ്റംസും ഫാൻസി ജ്വല്ലറി ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. കുറേ ബാംഗിൾസൊക്കെ ഉണ്ടായി അവരുടെ കയ്യിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് കേട്ടോ എടുത്തു ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഇങ്ങനെ ചെറിയൊരൊറ്റ ബീഡ് വന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് കിടക്കില്ല, അങ്ങനത്തെ കമ്മലുകളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടോ. അതൊക്കെ 20-30 രൂപ റേറ്റൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ബാംഗിൾസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതുപോലത്തെ കമ്മലുകൾ, വൈറ്റ് ഗോൾഡ്, സിൽവർ ഗോൾഡ് അങ്ങനെയൊക്കെ മെറ്റാലിക്കിൻ്റെ കുറേ മാലകളൊക്കെ ഒത്തിരി ഉണ്ടായി. നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. കുട്ടികളുടെ കുറേ ടോപ്പിൻ്റെ കളക്ഷൻ ഉണ്ടായി. പിന്നെ ബ്ലൗസ്, സൂപ്പർ ബ്ലൗസ് ആയിരുന്നു കേട്ടോ അത്. ഞാനിവിടെ വന്ന് ക്യാമറയിൽ നോക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്ത ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2-3 സാരിയിലൂടെയൊക്കെ നമുക്ക് മാച്ച് ചെയ്തിടാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ചെയിൻസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കളക്ഷൻസ്, റോസ് ഗോൾഡിൻ്റെയും അങ്ങനെ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പളത്തിൻ്റെ കുറേ കടകളുണ്ടായിരുന്നു. കുറേ ടൈപ്പ് അപ്പളം അവർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് എല്ലാം കഴിച്ച് നോക്കാൻ പറയും. ഞാനങ്ങനെ കഴിച്ച് നോക്കുന്ന ശീലം എനിക്ക് വളരെ കുറവാണ്. പിന്നെ അച്ചാറുകൾ എപ്പോഴും ഉണ്ടാവും. ഹിന്ദിക്കാരുടെ എന്ത് പ്രോഗ്രാം വന്നാലും അവരുടെ അച്ചാർ ഉണ്ടാവാറുണ്ട്. ഈ ഒരു സ്കേർട്ട് ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ബായി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് 2000 ആ റേറ്റ് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അത്രയും റേറ്റ് എന്ന് വെച്ചപ്പോൾ ബായി പറഞ്ഞു ലൈനിങ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളും തയ്ക്കുന്ന ആളാണെന്ന് ബായിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ലൈനിങ് വെച്ചപ്പോൾ അയാൾ എന്തോ വലിയ സാധനം വെച്ച പോലെയാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ലൈനിങ് വെച്ചതിന്. ലൈനിങ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ ക്വാളിറ്റി ഒന്നുള്ള ലൈനിങ് ഒന്നുമല്ല, പക്ഷേ സ്കേർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഇതുപോലെ നമ്മുടെ ടെറാക്കോട്ട ജ്വല്ലറികൾ വെച്ചേക്കുന്നത് കണ്ടത്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ടെറാക്കോട്ട. പിന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ടെറാക്കോട്ട. കാരണം അത് നമ്മളിട്ട് കഴിഞ്ഞാൽ എടുത്തൊരു ബോക്സിലൊക്കെ ആക്കി വെക്കണം തിരിച്ച് വരുമ്പോൾ. പിന്നെ കുട്ടികളുടെ പ്ലേറ്റ്സ് അങ്ങനത്തെ വലിയവർക്കും ഉണ്ട്. അത് വേറെന്തോ നമ്മുടെ ഫൈബർ അങ്ങനത്തെ മെറ്റീരിയലല്ല, കുറച്ചും കൂടി നല്ല മെറ്റീരിയലാണ്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ട്, 300-400 ഒക്കെ വരുന്നുണ്ട് ആ പ്ലേറ്റിനൊക്കെ റേറ്റ്. പക്ഷേ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ലതാണ്, ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതുപോലെ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ മൈൻഡൊക്കെ റിലാക്സിങ് അങ്ങനെ ആ ഒരു ടൈപ്പ് ഇൻസ്ട്രുമെൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോസിൻ്റെ കളക്ഷനാണ് ഇപ്രാവശ്യം കൂടുതലായിട്ട് കണ്ടത്. അങ്ങനെ അതുമൊക്കെ കണ്ടു. അപ്പോൾ വെസ്റ്റേൺ പോപ്കോൺ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഫ്ലവേഴ്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സെയിലിന് പക്ഷേ കുറവായിരുന്നെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഉണ്ടായില്ല, ഉള്ളത് അത്രയും നല്ല ഭംഗിയായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലില്ലി ആയിരുന്നു ഉണ്ടായിരുന്നത്, ഓറഞ്ചും മഞ്ഞയും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഡയാന്തസ് എന്ന് പറഞ്ഞ ചെടി ഒത്തിരി ഉണ്ടായിട്ടോ കളക്ഷൻസ്. കാരണം അത് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സെറാമിക്കിൻ്റെ പോട്ടും വെറൈറ്റി ആയിട്ടും ഉണ്ടായിരുന്നു. നല്ല നല്ല പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നും മേടിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അത്ര റേറ്റിലൊന്നും എനിക്ക് അങ്ങനെ അത്രയും സാധനങ്ങൾ വാങ്ങിക്കണത് എനിക്കിഷ്ടമല്ല. വെറൈറ്റി ഉണ്ടായിരിക്കാം, പക്ഷേ ഓവർ റേറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ എല്ലാം ഇഷ്ടമായി, എടുത്തൊക്കെ നോക്കി. സുംസൻ എൻ്റെ അടുത്ത് പറഞ്ഞു താൻ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു, ഒരെണ്ണമെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ട, മനസ്സനുവദിക്കുന്നുണ്ടായില്ല. കാരണം എനിക്കങ്ങനെ എടുക്കുന്ന അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ വേഗം പിന്നെ അവിടെ ഒരു താറ് കിടപ്പുണ്ടായി, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബാലരമയുടെ ഇങ്ങനൊരു ഗുഹ പോലെ ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിട്ടോ. നമ്മുടെ വിക്രമനും മുത്തും കുട്ടാപ്പിയും കുട്ടൂസനും ഈ കൊച്ചെന്നെ നോക്കാണ്ട് ഞാനിങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കണുണ്ടപ്പോഴേ ഓരോ അമ്മമാരും ചെയ്യാത്തതുകൊണ്ട് ആ കുട്ടി എൻ്റെ അത്ഭുതത്തോടുകൂടി നോക്കണ്ടായി. പിന്നെ ഞാനും സ്കോട്ട്ലൻഡും കൂടി ഒരുമിച്ച് ഓട്ടോയ്ക്ക് വന്നു. അവർ 2 വീലറിന് പപ്പയും മോനും കൂടി വീട്ടിലേക്ക് വന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.